ഭാര്യയുടെ മരണം. ഭാര്യയുടെ ശരീരം മറവ് ചെയ്യാനെടുക്കുകയാണ്. അവസാനമായി അവളൊരു നോക്ക് കാണാൻ എൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും തിരക്കൂട്ടുന്നുണ്ട്. കൂട്ടുകാരൻ വന്ന് എന്നെ വിളിച്ചു. ഡാ, നിനക്ക് അവസാനമായി ഒന്ന് അവളെ കാണണ്ടടാ. ഒന്നും മിണ്ടാതെ ഞാൻ ഹോളിലേക്ക് ചെന്ന് പുഞ്ചിരിച്ചുള്ള ആ കിടപ്പ് കണ്ടപ്പോൾ വിവാഹം കഴിഞ്ഞ് അവളെ ആദ്യമായി ചുംബിച്ചത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ചുംബിക്കാൻ കൊതിപ്പിക്കുന്ന ഒരു സൗന്ദര്യം ആ കിടത്തത്തിലുമുണ്ടായിരുന്നു. ഞാനെത്തിയപ്പോഴേക്കും വൈകിയിരുന്നു. വൈകുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹത്തിനൊരുക്കിയ പോലെ ആരൊക്കെയോ ചേർന്നവളെ ഒരുക്കിയിട്ടുണ്ട്. അന്ന് എൻ്റെ കയ്യിലേൽപ്പിക്കാനാണെങ്കിൽ ഇന്ന് എന്നിൽ നിന്നും കൊണ്ടുപോകാനാണ് അവളെ മാറ്റിയൊരുക്കിയിട്ടുള്ളത്. മധുവിധു തീരും മുമ്പേ 2 മാസത്തെ ദാമ്പത്യം സാക്ഷി നിർത്തി പ്രവാസത്തിലേക്ക് കുടിയേറിയ ആ രാത്രി നിറകണ്ണുകളോടെ നിറുകിൽ നൽകിയ ആ ചുംബനം, അതായിരുന്നു അവസാനത്തെ ചുംബനം. പിന്നീടങ്ങോട്ട് 4 മാസം പ്രവാസ ജീവിതം. ഇന്നലെ പതിവില്ലാതെ മാമൻ വന്ന് ടിക്കറ്റ് കയ്യിൽ തന്ന നാട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. ഫ്ലൈറ്റ് കയറി നാട്ടിലെത്തിയപ്പോഴും വേണ്ടപ്പെട്ടവർക്കാർക്കോ അത്യാഹിതം, ഇത്ര മാത്രമേ കരുതിയിട്ടുള്ളൂ. പക്ഷേ അതെൻ്റെ ജീവൻ്റെ പാതയാണെന്ന് വീട്ടിലെത്തിയിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഡാ, മയ്യത്തെടുത്തു, പള്ളിയിൽ പോണ്ടേ, വാടാ. വീണ്ടും കൂട്ടുകാരൻ. അവൻ്റെ കൂടെ ഒരു വികാരവുമില്ലാതെ അവളെ അനുഗമിച്ചു. അവളുടെ ആ സുന്ദരമായ മുഖം മണ്ണോട് ചേർത്ത് വെച്ചപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് വല്ലാതെ പിടഞ്ഞു. അവളെപ്പോഴും പറയായിരുന്നു, നിങ്ങളുടെ നെഞ്ചിലെ മുഖം ചേർത്ത് വെച്ചുറങ്ങാൻ എനിക്ക് പൂതിയാണ്ടിക്കാന്ന്. അവസാന കല്ലും വെച്ച് എൻ്റെ മുത്തുമോളുടെ മുഖം മറക്കുമ്പോൾ പറയാൻ കഴിയാത്തൊരു വേദനയുണ്ടായിരുന്നു മനസ്സിൽ. വിളിക്കുമ്പോഴൊക്കെ ഫോണിലൂടെ അവൾ ചോദിച്ചിരുന്നത് പോലെ മൗനിയായി ഞാനും ചോദിച്ചു, നമ്മളിനി എന്നാ കാണുക? യാന്ത്രികമായിട്ടായിരുന്നു വീട്ടിലെത്തിയത്. ഞങ്ങളുടെ റൂം, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവളുടെ ഗന്ധം, അവൾ വിരിച്ചിട്ട ബെഡ്, അവൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അഴിച്ചുവെച്ച മുടിപ്പിന്നുകൾ, ഹാങ്കറിൽ തൂങ്ങുന്ന അവളുടെ ഡ്രസ്സുകൾ. പ്രവാസിയായി മാറിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങളില്ലാനിട്ട് ഒരു രസവും ഇല്ലായിക്കാന്ന്. ഇനി ഇതൊരു റൂമാകണമെങ്കിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ഈ റൂമിൽ വേണയിക്കാന്ന്. നീ പറഞ്ഞത് ശരിയാ പെണ്ണെ, ഇനി ഒരിക്കലും ഇതൊരു റൂമാവില്ല. എങ്കിലും അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ അവസാനമായി എന്നിൽ നിന്നൊരു ചുംബനം. അത് കിട്ടുമെന്ന പ്രതീക്ഷയിലല്ലേ അവളങ്ങനെ പുഞ്ചിരിച്ച് കിടന്നത്. മോളെ ക്ഷമിക്കടാ, വൈകാതെ എത്തും ഞാൻ നിൻ്റെ അരികിൽ. ബാക്കി വെച്ച ആദ്യ ചുംബനം സമ്മാനിക്കാൻ. സ്നേഹിക്കുക, കൂട്ടായി വന്നവനെ, വന്നവളെ, അവസാന ശ്വാസം വരെ. ഒരുപക്ഷെ കൂടെയുള്ള സമയത്ത് ജീവൻ്റെ പാതയുടെ വില അറിയണമെന്നില്ല. നഷ്ടപ്പെട്ടു പോയാൽ നികത്താൻ കഴിയാത്ത ഒരു നോവായി മനസ്സിലെന്നും അതുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും സന്തോഷങ്ങളും തളർക്കട്ടെ. റെക്കോർഡഡ് ബൈ വോയിസ് ഓഫ് സുഹൈൽ പിലാക്കാവ്, ദ റെക്കോർഡിംഗ് ഡിജിറ്റൽ സ്റ്റുഡിയോ. ഫോർ കോൺടാക്ട് 9567070844.